ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരീ ചഞ്ചലഭ്രൂവിലാസൈ ആനീലസ്നിഗ്ധപക്ഷ്മാവലിപരിലസിതം നേത്രയുഗ്മം വിഭോത്തേ സാന്ദ്രച്ഛായം വിശാലാരുണകമലദളാകാരമാമുഗ്ധതാരം കാരുണ്യാലോകലീലാശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരീ ചഞ്ചലഭ്രൂവിലാസൈ ആനീലസ്നിഗ്ധപക്ഷ്മാവലിപരിലസിതം നേത്രയുഗ്മം വിഭോത്തേ സാന്ദ്രച്ഛായം വിശാലാരുണകമലദളാകാരമാമുഗ്ധതാരം കാരുണ്യാലോകലീലാശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ. രണ്ടാം ശ്ലോകത്തിൽ 100-ാം ദശകം 2-ാം ശ്ലോകത്തിൽ ഗുരുവായൂരപ്പ അങ്ങയുടെ അതിമനോഹരമായ വിശാലമായ നെറ്റിയെപ്പറ്റി വർണ്ണിച്ചു. അതിന് താഴെ ഗുരുവായൂരപ്പ ഞാൻ കാണുന്നു എന്താണ്? പൂർണ്ണാനുകമ്പാർണവമൃദുലഹരീ ചഞ്ചലഭ്രൂവിലാസൈ. വലിയ വാക്ക്, നീളമുള്ളൊരു വാക്ക്. പൂർണ്ണാനുകമ്പാർണവമൃദുലഹരീ ചഞ്ചലഭ്രൂവിലാസൈ എന്ന് പറയുമ്പോ പൂർണ്ണാനുകമ്പ എന്നൊക്കെ പറയുമ്പോ നിറഞ്ഞ ദയയാകുന്ന, അർണവം എന്ന് പറയുമ്പോ കടല്, നിറഞ്ഞ ദയയാകുന്ന കടലിലെ മൃദുലഹരി, മൃദുവായ ഓളങ്ങൾ പോലെ, ചഞ്ചലഭ്രൂവിലാസൈഹി എന്ന് പറയുമ്പോ ഇളകുന്ന പുരികങ്ങളുടെ ചലനങ്ങൾ കൊണ്ട് മനോഹരവും. അപ്പൊ പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചലഭ്രൂവിലാസൈഹി എന്ന് പറയുമ്പോ നിറഞ്ഞ ദയയാകുന്ന കടലിലെ മൃദുവായ ഓളങ്ങൾ പോലെ ഇളകുന്ന പുരികങ്ങളുടെ ചലനങ്ങൾ കൊണ്ട് അതിമനോഹരവും, ഹൃദ്യം എന്നൊരു വാക്കുണ്ട്, അതിമനോഹരവും എന്നാണ്. അപ്പൊ പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചലഭ്രൂവിലാസൈഹി ഹൃദ്യം, നിറഞ്ഞ ദയയാകുന്ന കടലിലെ മൃദുവായ ഓളങ്ങൾ പോലെ ഇളകുന്ന പുരികങ്ങളുടെ ചലനം കൊണ്ട് ഹൃദ്യം എന്ന് പറയുമ്പോ അതിമനോഹരവും ആണ്. പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചലഭ്രൂവിലാസൈഹി ഹൃദ്യം. ഗുരുവായൂരപ്പ നിറഞ്ഞ ദയയാകുന്ന കടലിലെ മൃദുവായ ഓളങ്ങൾ പോലെ ഇളകിക്കൊണ്ടിരിക്കുന്ന ചലനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പുരികങ്ങളുടെ ഇളകുന്ന പുരികങ്ങളുടെ ചലനങ്ങൾ കൊണ്ട് അതിമനോഹരവും, ഹൃദ്യം എന്ന് പറയുമ്പോൾ അതിമനോഹരവും ആണ്. അങ്ങയുടെ
കണ്ണിൽ നിന്ന് ദയ ഇങ്ങനെ വഴിഞ്ഞൊഴുകണം. ഭക്തന്മാരോടുള്ള ദയ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആ തൃക്കണ്ണുകളിൽ നിന്ന് ഗുരുവായൂരപ്പ. അത് ഞാൻ കാണുന്നു. അപ്പോ പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചലഭ്രൂവിലാസൈഹി ഹൃദ്യം. നിറഞ്ഞ ദയയാകുന്ന കടലിലെ മൃദുവായ ഓളങ്ങൾ പോലെ ഇളകുന്ന പുരികങ്ങളുടെ ചലനങ്ങൾ കൊണ്ട് മനോഹരവും, പിന്നെ ആ നീല സ്നിഗ്ധ പക്ഷ്മാവലി പരിലസിതം, നീണ്ട വാക്കുകള്, ആ നീല സ്നിഗ്ധ പക്ഷ്മാവലി പരിലസിതം, നീല നിറത്തിൽ മിനുസമേറിയ. കഴിഞ്ഞ ശ്ലോകത്തിലും ഈ വാക്കുകൾ വന്നു. അതായത് സ്നിഗ്ധം എന്നുള്ള വാക്ക്, സ്നിഗ്ധശ്വേതോർധ്വപുണ്ട്രാം എന്നൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു. ഈ ശ്ലോകത്തിലും പറയണു ആ നീല സ്നിഗ്ധ പക്ഷ്മാവലി പരിലസിതം എന്നാണ്. നീല നിറത്തിൽ, സ്നിഗ്ധ എന്ന് പറയുമ്പോൾ മിനുസമേറിയ, പക്ഷ്മാവലി മിനുസമേറിയതുമായ കൺപോളകളിലെ രോമങ്ങൾ കൊണ്ട് എന്നാണ്. പക്ഷ്മാവലി പരിലസിതം, കൺപോളകളിലെ രോമങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതും. ആ നീല സ്നിഗ്ധ പക്ഷ്മാവലി പരിലസിതം, നീല നിറത്തിൽ, സ്നിഗ്ധം മിനുസമേറിയതും ആയ കൺപോളകളിലെ രോമങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതും. പക്ഷ്മാവലി പരിലസിതം എന്ന് പറയുമ്പോൾ കൺപോളകളിലെ രോമങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതും. ആ നീല സ്നിഗ്ധ പക്ഷ്മാവലി പരിലസിതം, നീല നിറത്തിൽ മിനുസമേറിയതുമായ കൺപോളകളിലെ രോമങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതും. പിന്നെ പറയുന്നു സാന്ദ്രഛായം, നിബിഡമായ, അതായത് നിറഞ്ഞ ശോഭയുള്ളതും. സാന്ദ്രഛായം, നിബിഡമായ അല്ലെങ്കിൽ നിറഞ്ഞ ശോഭയുള്ളതും. പിന്നെ വിശാലാരുണ കമലദളാകാരം, വിശാലാരുണ കമലദളാകാരം എന്ന് പറയുമ്പോൾ വിസ്താരമുള്ള ചുകന്ന, വിശാലാരുണ എന്നൊക്കെ പറയുമ്പോൾ വിസ്താരമുള്ള ചുകന്ന, വിസ്താരമുള്ളതും ചുമന്നതും എന്ന് പറയാം. വിശാലാരുണ എന്ന് പറയുമ്പോൾ വിസ്താരമുള്ളതും ചുമന്നതും ആയ കമലദളാകാരം എന്ന് പറയുമ്പോൾ താമരപ്പൂവിന്റെ ഇതൾ പോലെയുള്ള ആകൃതിയോട് കൂടിയതും ആണ്. അപ്പോൾ വിശാലാരുണ കമലദളാകാരം എന്ന് പറയുമ്പോൾ വിസ്താരമുള്ള ചുമന്ന താമരപ്പൂവിന്റെ ഇതൾ പോലെയുള്ള ആകൃതിയോട് കൂടിയതും. വിശാലാരുണ കമലദളാകാരം എന്ന് പറയുമ്പോൾ വിസ്താരമുള്ള ചുവന്ന താമരപ്പൂവിന്റെ ഇതൾ പോലെയുള്ള ആകൃതിയോട് കൂടിയതും. പിന്നെ പറയണു ആമുക്തതാരം, ആമുക്തതാരം എന്ന് പറയുമ്പോൾ മനോഹരമായ കൃഷ്ണമണിയോട് കൂടിയതും. ആമുക്തതാരം എന്ന് പറയുമ്പോൾ മനോഹരമായ കൃഷ്ണമണിയോട് കൂടിയതും. വീണ്ടും കണ്ണിന്റെ, ഗുരുവായൂരപ്പ അങ്ങയുടെ കണ്ണുകളുടെ ഭംഗി വീണ്ടും പറയുന്നു. എന്താണ്? കാരുണ്യാലോകലീലാ ശിശിരിത ഭുവനം എന്നൊക്കെ. കാരുണ്യാലോകലീലാ ശിശിരിത ഭുവനം എന്ന് പറയുമ്പോൾ കാരുണ്യാലോക എന്നൊക്കെ പറയുമ്പോൾ ദയ നിറഞ്ഞ നോട്ടം കൊണ്ട്,
ശിശിരിത ഭുവനം, ലോകങ്ങളെ കുളിർപ്പിക്കുന്നതും. കാരുണ്യാലോക ലീല ശിശിരിത ഭുവനം എന്ന് പറയുമ്പോൾ ദയ നിറഞ്ഞ നോട്ടം കൊണ്ട് ലോകങ്ങളെ കുളിർപ്പിക്കുന്നതും. കാരുണ്യാലോക ലീല ശിശിരിത ഭുവനം, ഗുരുവായൂരപ്പ ദയ നിറഞ്ഞ നോട്ടം കൊണ്ട് ലോകങ്ങളെ കുളിർപ്പിക്കുന്നതും ആയ. ഗുരുവായൂരപ്പന്റെ കണ്ണുകളുടെ വിശേഷണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോ കാരുണ്യാലോക ലീല ശിശിരിത ഭുവനം, ദയ നിറഞ്ഞ നോട്ടം കൊണ്ട് ലോകങ്ങളെ കുളിർപ്പിക്കുന്നതും ആയ. തേ നേത്രയുഗ്മം, ഗുരുവായൂരപ്പ അങ്ങയുടെ രണ്ട് കണ്ണുകളെയും. തേ നേത്രയുഗ്മം എന്ന് പറയുമ്പോൾ അങ്ങയുടെ രണ്ട് കണ്ണുകളെയും, അങ്ങയുടെ രണ്ട് കണ്ണുകളെയും. വിഭോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ അനാഥേ മയി ക്ഷിപ്യതാം. അനാഥേ മയി ക്ഷിപ്യതാം എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അവിടുന്നല്ലാതെ മറ്റാരും ആശ്രയമില്ലാത്ത എന്നിൽ പതിപ്പിച്ചാലും. അനാഥേ മയി ക്ഷിപ്യതാം, ഗുരുവായൂരപ്പ അവിടുന്നല്ലാതെ മറ്റാരും ആശ്രയമില്ലാത്ത ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നിയിരുന്നു, ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഗുരുവായൂരപ്പ അങ്ങല്ലാതെ ആരും ആശ്രയമില്ല എന്നാണ്. അതാണ് പറഞ്ഞത്. കാരുണ്യാലോക ലീല ശിശിരിത ഭുവനം തേ നേത്രയുഗ്മം അനാഥേ മയി ക്ഷിപ്യതാം. ദയ നിറഞ്ഞ നോട്ടം കൊണ്ട് ലോകങ്ങളെ കുളിർപ്പിക്കുന്നതും ആയ ഗുരുവായൂരപ്പ അങ്ങയുടെ രണ്ട് കണ്ണുകളെയും. വിഭോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ അനാഥേ മയി ക്ഷിപ്യതാം, അവിടുന്നല്ലാതെ മറ്റാരും ആശ്രയമില്ലാത്ത എന്നിൽ പതിപ്പിച്ചാലും. ഒരു പ്രാവശ്യം കൂടി പറയാം. പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചലഭൂവിലാസൈഹി, നിറഞ്ഞ ദയയാകുന്ന കടലിലെ മൃദുവായ ഓളങ്ങൾ പോലെ ഇളകുന്ന പുരികങ്ങളുടെ ചലനങ്ങൾ കൊണ്ട് ഹൃദ്യം അതിമനോഹരവും. പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചലഭൂവിലാസൈഹി ഹൃദ്യം, നിറഞ്ഞ ദയയാകുന്ന കടലിലെ മൃദുവായ ഓളങ്ങൾ പോലെ ഇളകുന്ന പുരികങ്ങളുടെ ചലനങ്ങൾ കൊണ്ട് ഹൃദ്യം അതിമനോഹരവും. ആ നീലസ്നിഗ്ധ പക്ഷ്മാവലി പരിലസിതം, നീല നിറത്തിൽ മിനുസമേറിയതായ കൺപോളകളിലെ രോമങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതും സാന്ദ്രഛായം നിബിഡമായ നിറഞ്ഞ ശോഭയുള്ളതും. വിശാലാരുണ കമലദളാകാരം, വിസ്താരമുള്ളതും ചുമന്നതും ആയ കമലദളാകാരം, താമരപ്പൂവിന്റെ ഇതൾ പോലെ ഉള്ള ആകൃതിയോട് കൂടിയതും. ആ മുഗ്ധതാരം, മനോഹരമായ കൃഷ്ണമണിയോട് കൂടിയതും. പിന്നെയോ കാരുണ്യാലോകലീലാ ശിശിരിത ഭുവനം തേ നേത്രയുഗ്മം
വിഭോ അനാഥേ മയി ക്ഷിപ്യതാം. ദയ നിറഞ്ഞ നോട്ടം കൊണ്ട് ലോകങ്ങളെ കുളിർപ്പിക്കുന്നതും ആയ ഗുരുവായൂരപ്പ, അങ്ങയുടെ 2 കണ്ണുകളെയും വിഭോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ, അനാഥേമയി ക്ഷിപ്യതാം, അവിടുന്നല്ലാതെ മറ്റാരും ആശ്രയമില്ലാത്ത എന്നിൽ പതിപ്പിച്ചാലും ഗുരുവായൂരപ്പ,